ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ 10 രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മതങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാൾട്ടയാണ്. ഇവിടുത്തെ പ്രധാന മതമാണ് കത്തോലിക്ക ക്രിസ്തു മതം. മാൾട്ടയുടെ ഭരണഘടന കത്തോലിക്ക മതത്തെ സംസ്ഥാന മതമായി സ്ഥാപിക്കുന്നു. 2018 സർവേ അനുസരിച്ച് മാൾട്ടീസ് ജനസംഖ്യയിൽ 95.2% ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു. 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാൽദീവ്സ് ആണ്. ഇവിടുത്തെ പ്രധാന മതമാണ് ഇസ്ലാം. 98.7% ജനവിഭാഗമാണ് ഇവിടെ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ 98.58% സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. 12ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിലേക്കുള്ള പരിവർത്തനവും അറേബ്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടായിരുന്നു. 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ക്രിസ്തു മതമാണ്. 94.6% ആളുകളാണ് ഇതിൽ വിശ്വസിക്കുന്നത്. ക്രിസ്തുമതത്തിൽ തന്നെ 81.3% ആളുകൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലാണ് ജീവിച്ചു പോരുന്നത്. കൂടാതെ ഇത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യമാണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാർഷൽ ഐസ്ലാൻഡ്സ് ആണ്. 19ാം നൂറ്റാണ്ട് മുതൽ മിഷണറിമാർ അവതരിപ്പിച്ചത് മുതൽ മാർഷൽ ദ്വീപുകളിലെ പ്രധാന മതമാണ് ക്രിസ്തുമതം. മാർഷൽ ദ്വീപുകളുടെ ഭരണഘടനാ മത സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെയും ഒരു വിവേചനവും കാണിക്കരുതെന്ന് ഭരണഘടന പറയുന്നുണ്ട്. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിച്ചൻസ്റ്റൈൻ. പ്രധാനമായും ഇവിടെയുള്ളത് കത്തോലിക്കരാണ്. ഒരു ന്യൂനപക്ഷ പ്രൊട്ടസ്റ്റന്റുകാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരടങ്ങുന്ന ഒരു ചെറിയ മുസ്ലിം ജനസംഖ്യയും ഇവിടെയുണ്ട്. 2020 ജനസംഖ്യയുടെ 79.5% ക്രിസ്ത്യാനികളാണ് ഇവിടെയുള്ളതെന്ന് പറയപ്പെടുന്നു. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാൻ മറീനോ. രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള 2021 റിപ്പോർട്ട് അനുസരിച്ച് ജനസംഖ്യ 91.5% ക്രിസ്ത്യാനികളും 5.6% ആത്മീയവാദികളും 1.9% നിരീശ്വരവാദികളും ആണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഇറ്റലിയിലെ പോലെ 95% ആളുകളും റോമൻ കത്തോലിക്കരായിരുന്നു. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് തുവാലു. ഇവിടുത്തെ പ്രധാന മതം ക്രിസ്തു മതമാണ്. കാൽവിനിസം ഏറ്റവും വലിയ ഏക വിഭാഗമാണ്. 2022 വരെ ക്രിസ്തുമതത്തെ പിന്തുടരുന്ന വിവിധ ഭാഗങ്ങൾ ജനസംഖ്യയുടെ 92%. ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നാണ് ഇവർ സ്വയം പറയുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് നൗറോ. ഇവിടുത്തെ ഏറ്റവും വലിയ മതം ക്രിസ്തുമതമാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ 35.71% ഇവിടെ ഉൾക്കൊള്ളുന്നു. നൗറുവിന്റെ ഭരണഘടന മനസാക്ഷി, ചിന്ത, മതം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരാളുടെ മതമോ വിശ്വാസമോ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ നൽകുന്നു. മതം മാറുന്നതിനും ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും സർക്കാർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മൊണാക്കോ. ഇവിടെ 86% ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് ഉള്ളത്. മൊണാക്കോയ്ക്ക് ഒരു ഔദ്യോഗിക ദേശീയ മതമുണ്ടെങ്കിലും ഭരണഘടനാ മത സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇവിടുത്തെ ഔദ്യോഗിക മതം റോമൻ കത്തോലിക്ക മതമാണ്. മൈക്രോ സ്റ്റേറ്റിന് ഒരു കത്തീഡ്രലും കത്തോലിക്ക സഭയുടെ 5 ഇടവകകളും ഇവിടെയുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് കത്തോലിക്ക മതമാണ്. റോമൻ കത്തോലിക്ക സഭയുടെ ഇരിപ്പിടം എന്ന് തന്നെ നമുക്ക് ഈ സിറ്റിയെ പറയാം. 1929 മുതൽ മാർപ്പാപ്പയുടെ വസതി വത്തിക്കാൻ സിറ്റിയിലാണ്. അത്രയ്ക്കും അധികം ക്രിസ്തുമതത്തിന് സ്വാധീനമുള്ള രാഷ്ട്രമാണിതെന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.